നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിനെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല എന്ന് യമൻ പൗരന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് പ്രതികരണം. BBC അറബിക്കിന് നൽകിയ നമസ്കാരം. നിമിഷപ്രിയയ്ക്ക് മാപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് ഒരു ഉറപ്പുമില്ല. ചർച്ചകളൊക്കെ നടക്കുകയാണ്. ആ ചർച്ചകളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ഈ ഒരു നിർണായക സമയത്ത് ആ പ്രശ്നത്തിന് എങ്ങനെങ്കിലും പരിഹാരം കാണാം എന്നല്ല ആൾക്കാർ ചിന്തിക്കുന്നത്. വൃത്തികെട്ട മനോഭാവം വെച്ച് പുലർത്തിയിട്ട് പല ആൾക്കാരും വൃത്തികെട്ട കളികൾ കളിക്കുന്നുണ്ട്. ആ മനോഭാവമൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ വാർത്തകളിലേക്ക് നോക്കിയാൽ മതി. പലരുടെയും വൃത്തികെട്ട മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വാർത്തയിലൂടെയൊക്കെ റിഫ്ലക്റ്റ് ആകും. നല്ല രീതിയിൽ അത് പ്രകടമാകുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനം സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ ഇപ്പം ശിക്ഷ നീട്ടിവെച്ചു. ആ നീട്ടിവെച്ചു എന്നുള്ള വാർത്ത വന്നപ്പോഴേക്കും എല്ലാവർക്കും ക്രെഡിറ്റ് വേണം. ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. നീട്ടിവെച്ചു എന്നുള്ള വാർത്ത വന്നപ്പോഴേക്കും മതത്തിന്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് എല്ലാവരും പല ചേരികളായിട്ട് അങ്ങ് തിരിഞ്ഞു. എന്നിട്ട് ആ ചേരികളിൽ നിന്നിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാരണമാണ് ഇത് സാധ്യമായത്, ഞങ്ങൾ കാരണമാണ് ഇതൊക്കെ നടന്നത്. ആ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ആൾക്കാർ പോകും. എന്ത് വൃത്തികെട്ട കളികൾ വേണമെങ്കിലും ആൾക്കാർ കളിക്കും. അത് നിങ്ങൾക്കിപ്പൊ മനസ്സിലായല്ലോ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല നാടകങ്ങളും. അപ്പൊ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും ഡീഗ്രേഡ് ചെയ്യും, ആരെ വേണമെങ്കിലും തരം താഴ്ത്തും. എന്നാൽ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കാത്തത്? അംഗീകരിക്കാൻ എന്തിനാണ് ഇത്ര മടി കാണിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 100 നാവാണ് അയാളെ വിമർശിക്കാൻ. അന്നേരം അയാളുടെ മതത്തിന്റെ പേര് പറഞ്ഞും രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞും ഒക്കെ നമ്മൾ അയാളെ വിമർശിക്കും, അയാളെ തെറ്റുകാരനാക്കും, മോശക്കാരനാക്കും. എന്റെ ചാനലിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ നടത്തുന്നതും വിമർശനമാണ്. എന്നാൽ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒരു വ്യക്തി ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാറുണ്ട്, അതിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും ചെയ്യണം. കാരണം നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വിമർശനങ്ങളെക്കാട്ടിൽ കൂടുതൽ നന്മയുള്ള പ്രവൃത്തികൾ ചെയ്തവരെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ നന്മയുള്ള പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കണം. എന്നാൽ ഇവിടെ ഒരാൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, നന്മയുള്ളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? അയാളുടെ രാഷ്ട്രീയം, അയാളുടെ മതം, അയാൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റ്, ഇതെല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. നമുക്ക് പറ്റാത്ത ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ മതമല്ലെന്നുണ്ടെങ്കിൽ, നമ്മളുടെ രാഷ്ട്രീയമല്ലെന്നുണ്ടെങ്കിൽ അയാളെ തള്ളിപ്പറയും. ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല, ചത്താലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. അങ്ങനത്തെ വൃത്തികെട്ട മൈൻഡ് സെറ്റാണ് പല ആൾക്കാരുടെയും ഉള്ളിൽ. പലരുടെയും ഉള്ളിലിരിപ്പ് വ്യക്തമായല്ലോ. ഇപ്പൊ കാന്തപുരം ഉസ്താദ്, അദ്ദേഹം ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അത് നല്ല കാര്യമാണ് എന്ന് വിളിച്ചു പറയാൻ ഒരിക്കലും മടി കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയയുടെ 16-ാം തീയതി ഇന്ന് നടത്താനിരുന്നതാണ് വധശിക്ഷ. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് സുപ്രീം കോടതിയോട് വരെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗവൺമെന്റുകളെല്ലാം സുപ്രീം കോടതിയുടെ മുമ്പിൽ വരെ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇടപെടുന്നതിൽ പരിധികളുണ്ട്, പരിമിതികളുണ്ട്, ഇതിൽ കൂടുതൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്ന് റിപ്പോർട്ട് വരെ സമർപ്പിച്ചു. അങ്ങനെ റിപ്പോർട്ടെല്ലാം സമർപ്പിച്ച് ഏറ്റവും അവസാന സമയത്താണ് കാന്തപുരം ഉസ്താദ് ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ അദ്ദേഹത്തെ അപ്രിഷിയേറ്റ് ചെയ്യണ്ടേ, അദ്ദേഹത്തെ അംഗീകരിക്കണ്ടേ? എന്നാൽ ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് അദ്ദേഹം വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ടുമല്ല, ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ്, ഞങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, ഇങ്ങനെ ഒരു വാർത്ത വന്നത്. അല്ലാതെ ആൾക്കാർ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുവാണെന്ന്. ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. അദ്ദേഹം അത്രയെങ്കിലും ചെയ്തല്ലോ. ഓരോ ആൾക്കാർ വെറുതെ വായിട്ട് അലയ്ക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം അത്രയെങ്കിലും ചെയ്തില്ലേ? അദ്ദേഹം അഭ്യർത്ഥിച്ചില്ലേ? അദ്ദേഹം അങ്ങനെ അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ട് ജാതിയോ മതമോ വേറെ ഒരു കാര്യവും നോക്കിയില്ലല്ലോ. ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചില്ലേ? അത് നല്ല മനസ്സല്ലേ? ആ നല്ല മനസ്സിനെ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അതിനെ നമ്മൾ അംഗീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ നന്മയൊക്കെ നമ്മൾ അങ്ങ് ഒഴുക്കി കളഞ്ഞേക്കുക. അതേ നിവൃത്തിയുള്ളൂ. ഈ സമൂഹത്തിന് ഇനി നിലനിൽപ്പില്ല. കാരണം ഇവിടെ ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് നല്ല മനസ്സോ നല്ല കാര്യങ്ങളോ ഒന്നുമല്ല. ക്രെഡിറ്റ് വേണം, പബ്ലിസിറ്റി വേണം.
കുറച്ച് പ്രശസ്തി വേണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പല ആൾക്കാരും ഓരോന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. ഇപ്പൊ എല്ലാ ആൾക്കാരും കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നു. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പേര് വലിച്ചിടുകയാണ്, അദ്ദേഹത്തിന് അപ്പോൾ പ്രശസ്തി കിട്ടും. അദ്ദേഹം ആവശ്യത്തിൽ പ്രശസ്തനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനി പ്രത്യേകിച്ച് പ്രശസ്തി ഒന്നും കിട്ടാനില്ല. അദ്ദേഹം ഓൾറെഡി പ്രശസ്തനാണ്. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോടൊക്കെ നമുക്ക് പലപ്പോഴും യോജിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓരോ വ്യക്തികളുടെയും ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊന്നും തന്നെ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്ന് വെച്ചിട്ട് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് അതിനെ തരം താഴ്ന്നത്? ഇനി എന്തു തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു ചെറുവിരലെങ്കിലും അനക്കിയല്ലോ. ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ, ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ കൊണ്ടൊരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ദൈവത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ വ്യക്തി ചെയ്തത്. അദ്ദേഹത്തെ അംഗീകരിക്കുക, ബഹുമാനിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. അദ്ദേഹം ചെയ്ത ആ ഒരു നല്ല പ്രവൃത്തിയെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും അതിനെ നിന്ദിക്കാതിരിക്കുക. ഇപ്പൊ അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഓരോ വാർത്തകൾ വരുന്നത് നിങ്ങളൊന്ന് കാണണം. ഈ നിമിഷപ്രിയയുടെ മാറ്റിവെച്ച സംഭവത്തിൽ കാന്തപുരം പങ്കുവച്ച വിധിപ്പകർപ്പ് വ്യാജമാണെന്നുള്ള കുറെ പ്രചാരണങ്ങൾ നടന്നിരുന്നു. ആ പ്രചാരണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തുകയാണ്. വിധിപ്പകർപ്പ് വാട്ടർമാർക്ക് വന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വ്യാജരേഖയാണെന്നുള്ള ആരോപണം ഉയർത്തുന്നത്. എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് തീരുമാനമുണ്ടായതെന്ന് തെളിയിക്കാനാണ് വാട്ടർമാർക്ക് ഇട്ടതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിക്കുകയാണ്. വാട്ടർമാർക്ക് ഇല്ലാതെ രേഖ പുറത്തുവിട്ടിരുന്നെങ്കിൽ പലരും അവകാശവാദവുമായി വന്നേനെയെന്നും ഈ പ്രസ്താവന കേട്ടില്ലേ? ഇനി ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും, പല രീതിയിലും മോശക്കാരനായിട്ട് ചിത്രീകരിക്കും. അതങ്ങനെയാണ് നമ്മുടെ സമൂഹം. എന്ത് ചെയ്യാനാണ്? നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പലതും ബോധിപ്പിച്ചെങ്കിൽ മാത്രമേ ഇനിയിപ്പം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധമാണ്. ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. എന്തിനാണ് മറ്റൊരാളുടെ പേര് പറയുന്നത്? എന്നിട്ട് ഈ പറഞ്ഞ ഇതേ ആൾക്കാർ തന്നെ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ അല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കണക്കാണ്, എല്ലാ പാർട്ടിക്കാരും കണക്കാണ്. എല്ലാവരും ഇപ്പൊ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യമില്ല, ഞങ്ങൾ ചെയ്തിട്ടാണിത്. എന്നിട്ട് ഈ പറയുന്ന ഇതേ ആൾക്കാർ തന്നെയാണ് സുപ്രീം കോടതിയോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞതാണ്. ആ കൈ ഒഴിഞ്ഞ സമയത്ത് ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിനെയും കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്തു. ആ പറ്റുന്ന ഒരു കാര്യം ചെയ്തപ്പോൾ ഇത്രയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായി. അറ്റ്ലീസ്റ്റ് ചർച്ചയ്ക്കെങ്കിലും ഒരു സമയം കിട്ടി. അതിനെയെങ്കിലും ഒന്ന് അംഗീകരിക്കുക. നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ മതം നോക്കി രാഷ്ട്രീയം നോക്കി മാത്രമാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല മനസ്സുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു വിഭാഗം കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു, മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു. ഇനി മറ്റൊരു വിഭാഗം ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുവാണ്. ഞങ്ങൾ കാരണമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നു. ഇനി വേറൊരു നികൃഷ്ട ചിന്താഗതിയുള്ള വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിൽ നിമിഷപ്രിയയുടെ മോചനം പോലും സാധ്യമാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണ്. അതെന്തൊരു വൃത്തികെട്ട മനോഭാവമാണ്. അതായത് ഒരിക്കലും മോചനം സാധ്യമാകരുത് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ആ വിക്ടിമിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ്. അവരാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. മാപ്പ് കൊടുക്കണമെങ്കിലും വേണ്ടെങ്കിലും അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ ഒരു കാരണവശാലും ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവര് നമ്മളുടെ ലാംഗ്വേജ് അല്ല സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും മലയാളികൾ എഴുതിയിടുന്ന കമന്റ്സ് ഒക്കെ അവർക്ക് അവിടെ കിട്ടും. പലരിലൂടെയും അവർക്കത് മനസ്സിലാവും. അപ്പൊ കമന്റ്സിലൂടെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടിട്ട് നിമിഷപ്രിയയുടെ മോചനം പോലും സാധ്യമാകരുത്. ആ കുടുംബത്തെ ചൊടിപ്പിക്കുന്ന രീതിയിൽ, ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവര് മാപ്പ് കൊടുക്കുവോ? കൊടുക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പല രീതിയിലുള്ള കമന്റ്സുകളും നമുക്ക് കാണാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യില്ല. അവർ തെറ്റ് ചെയ്തു, അത് സമ്മതിക്കുന്നു, അത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവര് ശിക്ഷ അനുഭവിച്ചു, ഇപ്പൊ കുറെ വർഷം കൊണ്ട് ജയിലിലാണ്, പിന്നെ അവർക്കും കുടുംബമുണ്ട്. അപ്പൊ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അവർക്കൊരു മാപ്പ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം.
അവരെ ശിക്ഷയിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതല്ല, വധശിക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തുക, അവർക്ക് കുടുംബത്തെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, ഭാവിയിലാണെങ്കിലും ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അത് ഒരിക്കലും സാധ്യമാകരുത്. നിമിഷയെ എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ നികൃഷ്ട ജന്മങ്ങളെ നമുക്കിപ്പോ കാണാം. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാനൊരു വാർത്ത നിങ്ങളെ കേൾപ്പിച്ചു തരാം. നിമിഷപ്രിയയുടെ മോചനം മുടക്കാൻ കേരളത്തിൽ നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന വളരെ ദുഃഖകരമായ വിവരം കൂടി വരികയാണ്. അതായത് ഈ നവാസ് ജാനെ എന്നയാളുടെ കമന്റ് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ നിൽക്കുന്ന സംഘം യമനിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്നവരെ മോചിപ്പിച്ച ശേഷം നിമിഷപ്രിയയുടെ മോചനം എന്ന പ്രചാരണമാണ് ഇത് നിൽക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒന്നടങ്കം പ്രയത്നിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മതപണ്ഡിതരും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ രീതിയിൽ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ അവർക്ക് എങ്ങനെയാണോ ബന്ധപ്പെടാൻ കഴിയുന്നത്, ഇപ്പം യമനിലെ മലയാളി സംഘടനകളാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ എല്ലാ തരത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ ഒന്ന് തുറന്നാൽ തന്നെ നിമിഷപ്രിയ നടിച്ചു കൊടുത്താൽ പലതരത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ എന്തുകൊണ്ട് തലാലിന് നീതി കിട്ടണം എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണമാണ്. തലാലിന് നീതി എന്ന് പറയുന്നത് തലാലിന് നീതി വേണം, നമ്മൾ മാപ്പാണ് അപേക്ഷിക്കരുത്. അല്ലെ മുഹമ്മദ് ഷഹീദ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹീദ്, വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത് കേൾക്കുന്നത്. ആരാണ് ഈ നവാസ് ജാനെ? കഷ്ടം എന്താ അല്ലേ? ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ റിയൽ ഫേസ്, നമ്മുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ റിയൽ ഫേസ് കാണാൻ പറ്റുന്നത്. വേണ്ടത്രേ നിങ്ങൾ കണ്ടോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ മതം നോക്കണം, രാഷ്ട്രീയം നോക്കണം, ആരാണെന്ന് നോക്കണം, വ്യക്തിയെ എല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ ഒരു വ്യക്തി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് വ്യക്തി ആയിക്കോട്ടെ, അയാൾ ആരായിക്കോട്ടെ, അയാളുടെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ, അയാളുടെ മതം എന്തായിക്കോട്ടെ, അയാളുടെ പ്രായം എന്തായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ ആ വ്യക്തി ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിലൂടെ ഫലം കണ്ടാലും കണ്ടില്ലെങ്കിലും അംഗീകരിക്കാം. ആ ഒരു ചിന്ത, ആ ഒരു മനസ്സിലൊരു ചിന്ത വന്നല്ലോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിന്തയെ അംഗീകരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിനോട് കടപ്പാടുണ്ടാകുക. ഈ കടപ്പാട്, ബഹുമാനം, അല്ലെങ്കിൽ അംഗീകാരം, ഈ വിശ്വാസം, ഹോപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള ചിന്ത വെച്ചിട്ട് നമുക്ക് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ റിയൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ കഴിയാനാണ് ഏറ്റവും സുഖം. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക, നമ്മുടെ മനസ്സിന് അപ്പോഴാണ് സമാധാനം കിട്ടുക. അല്ലാതെ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന, പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, പരസ്പരം തെറ്റുകാരായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ച് നടക്കുന്ന അങ്ങനൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ മനസ്സിന് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാൻ മാത്രമായിരിക്കും നമ്മൾ വാ തുറക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ, നമ്മുടെ ഈ ഒരു സമൂഹത്തിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണോ അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ലത് ആര് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ തോന്നും. അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യും. ആ വ്യക്തി ആരായിക്കോട്ടെ, കാന്തപുരം ഉസ്താദ് എന്നല്ല, ആരായിക്കോട്ടെ, ഏത് മതപണ്ഡിതനായിക്കോട്ടെ, ഏത് മതപുരോഹിതനായിക്കോട്ടെ, ഇനി മതത്തിൽപ്പെട്ടതല്ല രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിലും അംഗീകരിക്കുക, സ്നേഹിക്കുക, അംഗീകരിക്കുക, ബഹുമാനിക്കുക. ഇതൊന്നും വലിയ ചെലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. പരസ്പരം വെറുക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക.